മൈ ചാനൽ കുറുമ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അതുല്യ എന്ന പെൺകുട്ടിയുടെ മരണവാർത്തയെ തുടർന്ന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വീട്ടുകാരുടെ ഇൻ്റർവ്യൂ നമ്മൾ കാണുന്നു. അപ്പോൾ അതുല്യയുടെ ഭർത്താവ് ചാനലുകളുടെ മുന്നിൽ വന്നിട്ട് കുറേ ഇമോഷണൽ ആവുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈ സേട്ടൻ എന്താണ് ഈ പറയുന്നതെന്ന്. ഈ സേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് കൊച്ച് മോളെന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അയ്യോ അവളെന്നൊന്നുമല്ല, ആ കുഞ്ഞ് കാണിച്ചത് തെറ്റാണ്, മരണപ്പെട്ടത്. അപ്പോൾ അതാരാണ് ചെയ്തത്, അതാരോ ചെയ്തതാണ്, എനിക്കത് കണ്ടുപിടിക്കണം. എന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ എന്നെ ആരും സഹായിക്കാനില്ല, എനിക്ക് ആരുമില്ല. എൻ്റെ സഹോദരൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് പറഞ്ഞു, സേട്ടൻ പേടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആയിക്കോട്ടെ, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഓക്കെ, എൻ്റെ സേട്ടാ, ഇതുപോലെ ഒരുപാട് സേട്ടന്മാരിങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദക്കേസാന്ന് തോന്നുന്നു, ആ സേട്ടൻ ഇതുപോലൊക്കെയായിരുന്നു, ഭയങ്കര അഭിനയമായിരുന്നു. ഭാര്യ മരിച്ചു കിടന്നപ്പോൾ കിടന്ന് കരഞ്ഞ് മെഴുകി, അങ്ങനെ കുറേ സേട്ടന്മാർ എനിക്ക് ഇപ്പം പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ ആ സേട്ടന്മാരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മുടെ അതുല്യയുടെ ഭർത്താവ് സേട്ടൻ എന്താ പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം കേട്ടോ. എനിക്കൊന്നും അറിയില്ല കേട്ടാ, ജോലി പോലും പോകുന്നു എനിക്ക് തോന്നുന്നത്. ഞാൻ HR-മാരെ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. 10ാം ക്ലാസ്, +2, ഞാൻ ഡിഗ്രി, ജോലിക്ക് വന്ന് എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വന്ന പ്രതീക്ഷ, നിനക്കത് പറ്റിയോടാ, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം വീഡിയോസും എന്റെ ഫോട്ടോസും എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇതാണ് സംഭവിച്ചെന്നുള്ളത്. പിന്നെ അവര് പറഞ്ഞു, അവളാണ് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനെ എന്നെ ഉപദ്രവിക്കുന്നത്. അവൾ ദേഷ്യം വരുമ്പോൾ അവൾക്ക് അമ്മയ്ക്കും അറിയാം, അച്ഛനും അറിയാം, അവൾക്ക് ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമുള്ളൂ. അവൾക്ക് കൈ കിട്ടിയൊക്കെ എടുത്ത് നോക്കുന്നു. ഉണ്ടോ? ഇതൊന്നും അല്ല, ഇനിയുണ്ട്. ഇതൊന്നും ഞാൻ സ്വയം ചെയ്യുന്നില്ലല്ലോ. ഇത് അടിച്ച പാടാട്ടെ മൊത്തം. ഇത് അവൾ എന്തൊക്കെ കാണിച്ചാണത്. ഇതിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ ബാത്റൂമിൽ സ്ലിപ്പാട്ടി വീണയാണെന്ന്. അതല്ല, ഞാൻ ഒരാഴ്ച ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ബാത്റൂം വീണല്ല, ഇവളോട്ട് പ്രശ്നം വന്നപ്പോൾ ഇവളെന്നെ തള്ളി, ഞാൻ താഴെ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ സ്ലിങ് ഇട്ടുകൊണ്ടിരുന്നു. ആ ബെൽറ്റ് ഊരി അവളെന്നെ അടിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ കുഞ്ഞ് കാണിച്ചത് അവിടെ ദേഷ്യമാണ്. ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയത്തില്ല. ആ കുഞ്ഞ് എന്നോട് സ്നേഹം കൊണ്ട് കാണിച്ചാണ്. ആ കുഞ്ഞിന് എന്ത് പറ്റി എനിക്കറിയണം. അവൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യത്തില്ല. അത് 100 അല്ല 200% ഞാൻ പറയുന്നു. എന്റെ കുഞ്ഞ് ഒന്നുകിൽ എന്നെ പേടിപ്പിക്കാൻ കാണിച്ച അബദ്ധം, അല്ലെങ്കിൽ അവൾക്ക് എന്തോ പറ്റി. എനിക്കിത് അറിയണം. എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ, എന്നിട്ടേ ഞാൻ ചാവത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? എന്റെ കൂടെ ആരുമില്ല. ഇന്നലെ നമ്മൾ ഫുഡ് കഴിക്കായിരിക്കും, ഒരു ആഹാരം കഴിക്കായിരിക്കും. ഞാൻ ഇൻസുലിൻ എടുക്കുന്ന മനുഷ്യനാണ്. ഞാൻ എപ്പോഴാ താഴെ വീഴുന്ന എനിക്ക് തന്നെ അറിഞ്ഞു. ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ, ഉപദ്രവിച്ചിട്ടുണ്ട്. ശരി, എന്റെ അമ്മ എനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടാ. 2-3 വർഷമായിട്ട് വിളിക്കാത്ത അവരെ ഞാൻ എങ്ങനെ വിളിക്കും? എന്റെ അനിയനെ വിളിച്ചു, അവൻ വിളിച്ചു. അവന്റെ കൂട്ടുകാർ വന്ന് രാത്രി, അവന്റെ സപ്പോർട്ട് എനിക്കുണ്ട്. വിഷമിക്കണ്ട. ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ. സതീഷേട്ടനെ പറ്റിയത് എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ സതീഷേട്ടൻ 10ാം ക്ലാസ്, +2 എന്നീ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കൂട്ടുകാർ ചോദിച്ചു, സതീഷ് എന്താണ് പറ്റിയതെന്നൊക്കെ. പാവ ചേട്ടനൊന്നും അറിയത്തില്ല കൂട്ടുകാരെ. അപ്പോൾ ഇതുപോലുള്ള വേട്ടാവളിയന്മാർ ചേട്ടന്മാർ നല്ല നല്ല പെൺകുട്ടികളുടെ ജീവിതം കളയാൻ നോക്കുന്നുണ്ടെങ്കിൽ മേളിലിരിക്കുന്ന ദൈവം എല്ലാം കാണുന്നുണ്ട്. ഈ ചേട്ടൻ്റെ കാര്യങ്ങളും കാണുന്നുണ്ട്. ഇപ്പോൾ കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടുപിടിക്കട്ടെ, ദൈവം അതെല്ലാം തെളിയിക്കും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ വേണമെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബൊക്കെ ചെയ്യ്. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.